So the next topic is exempted capital gains under section 54. യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കാവുന്ന ഇമ്പോർട്ടൻറ്റ് തിയറി എസ്സേ ആണ്. വാട്ട് ആർ ദ എക്സംഷൻസ് അണ്ടർ സെക്ഷൻ 54 ഫ്രം ദ ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻസ്? ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ലാസ്റ്റ് ക്ലാസ്സിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ പ്രോബ്ലം ചെയ്യാൻ പഠിച്ചു. അപ്പം ഇന്ന് നമ്മൾ അവിടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കാണാൻ മാത്രമേ പഠിച്ചുള്ളൂ അല്ലേ. എന്നാൽ ഈ ക്യാപിറ്റൽ ഗെയിൻ ടാക്സിബിൾ ആയെന്ന് ഒരു അസസിക്ക് സെക്ഷൻ 54 പ്രകാരം ചില എക്സംഷൻസ് കിട്ടും. ആ എക്സംഷൻ കഴിച്ചിട്ട് ബാക്കിയുള്ളത് ടാക്സ് കൊടുത്താൽ മതി. ഏതൊക്കെ എക്സംഷൻസ് ആണെന്നുള്ളത് നോക്കാം. എക്സംഷൻസ് അണ്ടർ സെക്ഷൻ 54, 54B, 54D, 54EC, ED, EE, FG, GB ആൻഡ് 54H. അങ്ങനെ 10 എക്സംഷൻ ആണ് നമ്മൾ ഈ ഹെഡിൽ പഠിക്കാൻ പോണേ. അതിൽ ഫസ്റ്റ് പോയിന്റ് മിസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എടുത്തു തരാം. ഇതേ പാറ്റേണിൽ വേണം ബാക്കി 9 എണ്ണം പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ഒരെണ്ണം വളരെ ഡീറ്റെയിൽഡ് നോക്കാം. ഇതേ പാറ്റേണിൽ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ നോക്കിയേക്കാം. ഫസ്റ്റ്, ട്രാൻസ്ഫർ ഓഫ് റെസിഡൻഷ്യൽ ഹൗസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ റെസിഡൻഷ്യൽ ഹൗസ് സെക്ഷൻ 54. ട്രാൻസ്ഫർ നടക്കുന്നത് റെസിഡൻഷ്യൽ ഹൗസ് ആയിരിക്കണം. അതേപോലെ അത് ഉപയോഗിച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണതും എവിടെയായിരിക്കണം? ഒരു റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടിയിലായിരിക്കണം. എങ്കിൽ ആ എസ്എസ്സിക്ക് കിട്ടുന്ന എക്സംഷൻ ആണ് സെക്ഷൻ 54. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സർട്ടൻ കണ്ടീഷൻസ്, ഈ 54 കിട്ടണമെങ്കിൽ ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ആ കണ്ടീഷൻസ് ഏതൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് this exemption is allowable only to individual and Hindu undivided family. നമ്മുടെ പേഴ്സൺ എന്നുള്ളതിൽ ഒരുപാട് ആൾക്കാരെ പഠിച്ചിട്ടുണ്ട് അല്ലെ. കമ്പനി, ഫേം, പിന്നെ എന്താണ് അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഒക്കെ കണ്ടു. ഇതില് ഇൻഡിവിജ്വലിനും ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിക്കും മാത്രമേ സെക്ഷൻ 54 എക്സംഷൻ കിട്ടുള്ളൂ. രണ്ടാമത്തെ കണ്ടീഷൻ, ദ അസറ്റ് ട്രാൻസ്ഫേർഡ് മസ്റ്റ് ബി എ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്. നമ്മൾ ട്രാൻസ്ഫർ ചെയ്തേക്കുന്ന അസറ്റ് എന്തായിരിക്കണം? ഒരു ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കണം. ഷോർട്ട് ടൈം ആണെങ്കിൽ ഈ എക്സംഷൻ കിട്ടില്ല. Then third condition is that the asset transferred is a residential house property. നമ്മൾ വിറ്റ അസറ്റ് ലോങ് ടേം അസറ്റ് ആണ്. അത് എന്തായിരിക്കണം? ഒരു റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ആയിരിക്കണം. റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി മീൻസ് the house property which is taxable under the head house property. ഹൗസ് പ്രോപ്പർട്ടി ഹെഡിൽ ടാക്സ് കൊടുക്കുന്ന ഒരു റെസിഡൻഷ്യൽ ഹൗസ് ആയിരിക്കണം നമ്മളുടെ ട്രാൻസ്ഫർ ചെയ്തേക്കുന്ന അസറ്റ്. ദ നെക്സ്റ്റ് കണ്ടീഷൻ ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. സെക്ഷൻ 54 കിട്ടണമെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ കണ്ടീഷൻ ആണത്. ഇൻ ഓർഡർ ടു ക്ലെയിം എക്സംഷൻ അണ്ടർ സെക്ഷൻ 54, the assessee must purchase another house property either 1 year before or 2 years after the date of original transfer. ഈ ഒരു എക്സംഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒറിജിനൽ ട്രാൻസ്ഫർ നടന്നു കഴിഞ്ഞിട്ട് ആ ട്രാൻസ്ഫർ നടക്കുന്നതിന് 1 കൊല്ലം മുൻപോ ട്രാൻസ്ഫർ നടന്നിട്ട് 2 കൊല്ലത്തിനുള്ളിലോ നമ്മുടെ അസസി പുതിയൊരു റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി വാങ്ങിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ഓർ in case the assessee is constructing a new residential house property, the construction should be completed within 3 years after the date of original transfer. പണിയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ നടന്ന് പഴയ വീട് വിറ്റ് 3 കൊല്ലത്തിനുള്ളിൽ ആ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. മനസ്സിലായോ? കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഞാൻ എൻ്റെ പഴയ വീട് വിറ്റു, എന്നിട്ട് ഒരു ക്യാപിറ്റൽ ഗെയിൻ എനിക്ക് കിട്ടി. ആ ക്യാപിറ്റൽ ഗെയിനിന് സെക്ഷൻ 54 എക്സംഷൻ കിട്ടണമെന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? വിൽക്കുന്നതിന് 1 കൊല്ലം മുൻപോ വിറ്റിട്ട് 2 കൊല്ലത്തിനുള്ളിലോ ഞാൻ മറ്റൊരു ഹൗസ് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പർച്ചേസ് ആകുമ്പോൾ 1 കൊല്ലം ബിഫോർ അല്ലെങ്കിൽ 2 കൊല്ലം ആഫ്റ്റർ ആണ്. ഇൻ കേസ് ഈ കൺസ്ട്രക്റ്റീവ് റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ഇനി പണിയാണെന്നുണ്ടെങ്കിലോ ഇറ്റ് ഷുഡ് ബി കംപ്ലീറ്റഡ് വിത്തിൻ 3 years. ഒറിജിനൽ ട്രാൻസ്ഫർ നടന്ന് 3 കൊല്ലത്തിനുള്ളിൽ ഞാനത് എന്ത് ചെയ്യണം? വാങ്ങിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, എങ്കിൽ മാത്രമേ എനിക്ക് എക്സംഷൻ കിട്ടുള്ളൂ. ഇനി അടുത്ത കണ്ടീഷൻ, ദ ന്യൂ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി മസ്റ്റ് ബി ഇൻ ഇന്ത്യ ആൻഡ് ഇഫ് ദ അസസി purchase or construct a house property abroad and cannot claim an exemption under 54. എബ്രോഡിൽ ഒരു വീട് പണിയെ വാങ്ങി ചെയ്തിട്ട് 54 എക്സംഷൻ വാങ്ങാൻ പറ്റില്ല. നമ്മൾ പുതിയതായിട്ട് വാങ്ങിയ ഹൗസ് പ്രോപ്പർട്ടി എവിടെ തന്നെ ആയിരിക്കണം? ഇന്ത്യയിൽ ആയിരിക്കണം. ഇത്രയാണ് കണ്ടീഷൻസ് പറയണേ.
ഇനി നമുക്ക് എമൗണ്ട് ഓഫ് എക്സംഷൻ, എത്ര രൂപ ഇളവ് കിട്ടും നോക്കാം, എക്സംഷൻ കിട്ടും നോക്കാം. ഫസ്റ്റ് വൺ, ക്യാപിറ്റൽ ഗെയിൻ ഓൺ ഒറിജിനൽ ട്രാൻസ്ഫർ. എന്റെ പഴയ വീട് വിറ്റിട്ട് എനിക്ക് എത്രയാണോ ക്യാപിറ്റൽ ഗെയിൻ കിട്ടിയത് അത്. ഓർ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ പർച്ചേസ് ഓർ കൺസ്ട്രക്ഷൻ ഓഫ് ന്യൂ ഹൗസ് പ്രോപ്പർട്ടി. പുതിയ വീട് വാങ്ങാനോ പുതിയ വീട് വിൽക്കാനോ എത്ര രൂപ വന്നോ അത്. വിച്ച് എവർ ഈസ് ലെസ്, അതിൽ ചെറുത് ഏതാണോ അതാണ് നമുക്ക് കിട്ടാൻ പോകുന്ന എക്സംഷൻ. ഫോർ എക്സാമ്പിൾ, ഒറിജിനൽ ട്രാൻസ്ഫർ നടത്തിയപ്പോൾ എനിക്ക് 45 ലക്ഷം ക്യാപിറ്റൽ ഗെയിൻ കിട്ടിയെന്ന് അസ്യൂം ചെയ്യും. അതിൽ നിന്ന് 30 ലക്ഷം എടുത്തിട്ട് ഞാൻ പുതിയൊരു വീട് വാങ്ങി. അപ്പൊ എന്താണ് ഒറിജിനൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് 45 lakhs അല്ലേ. ഇനി എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ പർച്ചേസ് ഓർ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് 30 lakhs. ഇതിൽ ഏതാ ചെറുത്? 30 lakhs. So the amount of exemption will be 30 lakh. Balance 15 lakh will be taxable. Okay. ഇനി ഇമ്പോർട്ടന്റ് നോട്ട് ഉണ്ട്, അത് 2021 നമ്മുടെ അസസ്മെന്റ് ഇയർ 2020-21 മുതൽ വന്നേക്കുന്ന ഒരു അമെൻമെന്റ് ആണ്. If the amount of capital gain is up to rupees 2 crore, ഒരു അസസിക്ക് ഉണ്ടായിരിക്കുന്ന ക്യാപിറ്റൽ ഗെയിൻ 2 crore വരെയാണെന്നുണ്ടെങ്കിൽ he can construct or purchase 2 residential houses. ഒരു വീടല്ല 2 കോടി വരെ ക്യാപിറ്റൽ ഗെയിൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു വീടിന് പകരം നമുക്ക് എന്ത് ചെയ്യാന്നാ പറയണേ, അസസിക്ക് ഒരു ഓപ്ഷൻ എടുക്കാം, 2 വീട് പർച്ചേസ് ചെയ്യുകയോ കൺസ്ട്രക്ട് ചെയ്യുകയോ ചെയ്യാം. ബട്ട് ദിസ് ഓപ്ഷൻ ക്യാൻ ബി അവൈലബിൾ ടു ദ അസസി ഓൺലി വൺസ് ഇൻ ഹിസ് ഹോൾ ലൈഫ് ടൈം. അയാളുടെ ജീവിതകാലത്തില് ഒരേ ഒരു പ്രാവശ്യം മാത്രമേ ഇങ്ങനെ ഈ ഒരു ഓപ്ഷൻ അയാൾക്ക് സെലക്ട് ചെയ്യാനും 54 എക്സംഷൻ കിട്ടാനും പറ്റുള്ളൂ. ഓക്കെ, ഇനി ഇത് മനസ്സിലായി എന്ന് കരുതണം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 കണ്ടീഷൻ കൂടി ഉണ്ട്. സ്ഥലമില്ലാത്ത അതിനോട് ഞാൻ ഇവിടെ പിശിക്ക് എഴുതിയേക്കാണ് കേട്ടോ. ഫസ്റ്റ് വൺ, he must not sell the new residential house property within 3 years of his purchase or construct. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഈ എക്സംഷൻ കിട്ടണമെങ്കിൽ ഒരു 2 കൊല്ലത്തിനോ 3 കൊല്ലത്തിനോ ഉള്ളിൽ നമ്മളൊരു പുതിയ പ്രോപ്പർട്ടി വാങ്ങുകയോ പണിയുകയോ വേണം എന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെ വാങ്ങി പണിത് കഴിഞ്ഞിട്ട് 3 കൊല്ലത്തിനുള്ളിൽ അയാൾ ആ പ്രോപ്പർട്ടി വിൽക്കാൻ പാടില്ല. ഓക്കെ, അതായത് നമ്മൾ ആ എക്സംഷൻ കിട്ടാൻ വേണ്ടി മാത്രം പണിതതാവില്ലേ, അങ്ങനെ 3 കൊല്ലത്തിനുള്ളിൽ അത് വിൽക്കാൻ പാടില്ല. ആ 3 കൊല്ലത്തിനുള്ളിൽ വിറ്റു കഴിഞ്ഞാൽ നേരത്തെ കിട്ടിയ എക്സംഷൻ ഇപ്പൊ എന്താവും, എപ്പോഴാണ് വിറ്റ അപ്പൊ അത് ടാക്സബിൾ ആകും. ദ ഇയർലിയർ എക്സംഷൻ വിൽ ബി ടാക്സബിൾ. അപ്പൊ വിത്തിൻ 3 years ആ പ്രോപ്പർട്ടി വിൽക്കാൻ പാടില്ല, അതാണ് അടുത്ത കണ്ടീഷൻ. ദെൻ ദ ലാസ്റ്റ് വൺ, നമുക്കറിയാം നമുക്ക് ഇൻകം ടാക്സ് കാര്യം 2 കൊല്ലം 3 കൊല്ലം വരെയൊക്കെ ടൈം എക്സ്റ്റൻഷൻ തന്നിട്ടുണ്ട് പുതിയ പ്രോപ്പർട്ടി വാങ്ങാനും വിൽക്കാനൊക്കെ ആയിട്ട്. പക്ഷെ നമ്മുടെ 1 വർഷം എൻഡ് ആവുമ്പോൾ നമ്മൾ എന്താ വേണം, റിട്ടേൺ ഫയൽ ചെയ്യണം അല്ലെ. അങ്ങനെ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ വീട് പണിയെ വാങ്ങുകയോ ചെയ്തിട്ടുണ്ടാവില്ല. ക്യാപിറ്റൽ ഗെയിൻ കിട്ടിയത് ക്യാഷ് ആയിട്ട് തന്നെയായിരിക്കും നമ്മുടെ കയ്യിൽ ഉണ്ടാവുക. അങ്ങനെയുള്ള കേസിൽ ദാറ്റ് അൺയൂട്ടിലൈസ്ഡ് എമൗണ്ട് പർച്ചേസിനോ കൺസ്ട്രക്ഷനോ വേണ്ടി ഉപയോഗിക്കാതെ നമ്മുടെ കയ്യിലിരിക്കുന്ന അൺയൂട്ടിലൈസ്ഡ് ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ എന്ത് ചെയ്യണം, കയ്യിൽ വെക്കാൻ പാടില്ല. ക്യാപിറ്റൽ ഗെയിൻ ഡെപ്പോസിറ്റ് അക്കൗണ്ട് സ്കീം, അങ്ങനെ ഒരു അക്കൗണ്ട് സ്കീം ഉണ്ട്. ക്യാപിറ്റൽ ഗെയിൻ ഡെപ്പോസിറ്റ് അക്കൗണ്ട് സ്കീമില് നമ്മൾ എന്ത് ചെയ്യണം, ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്നിട്ട് എപ്പോഴാണോ നമുക്ക് പർച്ചേസിനോ കൺസ്ട്രക്ഷനോ ആവശ്യം വരണേ അപ്പൊ അതിൽ നിന്ന് വിഡ്രോ ചെയ്തുകൊണ്ട് നമുക്ക് കൺസ്ട്രക്ഷൻ നടത്താം. അപ്പൊ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺസ്ട്രക്ഷന് വേണ്ടി എമൗണ്ട് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ that unutilized amount should be deposited in capital gain deposit account scheme. ഇത്രയാണ് ബേസിക് കണ്ടീഷൻസ് ഫോർ ക്ലെയിമിംഗ് എക്സംഷൻ അണ്ടർ സെക്ഷൻ 54. അതിന്റെ എമൗണ്ട് ഓഫ് എക്സംഷൻ അടക്കം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഇത് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത പോയിന്റ്സുകൾ വളരെ എളുപ്പം, കാരണം ഈ അസറ്റ് മാറും. ഇപ്പൊ 54B എന്ന് വരുമ്പോൾ ഈ അസറ്റ് മാറും. പിന്നെ ഇതേ ഓർഡറിൽ പഠിക്കുക. ഇൻഡിവിജ്വലിന് HF കിട്ടുന്നതിന് പകരം ചിലത് എല്ലാവർക്കും കിട്ടും, ചിലത് ഇൻഡിവിജ്വലിന് മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഇതിൽ തന്നെ നമുക്ക് അപ്ഡേഷൻസ് വരുത്തിയാൽ മതി. ഈ ഒരെണ്ണം നന്നായി പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഫസ്റ്റ് മിസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തു തന്നു ക്യാപിറ്റൽ ഗെയിൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്. അപ്പോൾ അത് പറഞ്ഞേക്കണം അതേ പാറ്റേണിലാണ് ഇനിയുള്ള എല്ലാം പഠിക്കേണ്ടത്. പിന്നെയുള്ളതൊക്കെ ജസ്റ്റ് മിസ് വായിക്കുകയുള്ളൂ, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുള്ളൂ, നോക്കിയേക്കാം കേട്ടോ.
രണ്ടാമത്തെ ക്യാപിറ്റൽ ഗെയിൻ അറൈസിങ് ഫ്രം ദ ട്രാൻസ്ഫർ ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് സെക്ഷൻ 54B. ഇതും ഇൻഡിവിജ്വലിനും ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിക്കും മാത്രമേ ഈ ഒരു എക്സംഷൻ കിട്ടുള്ളൂ. ഓൺലി ഫോർ ഇൻഡിവിജ്വൽ ആൻഡ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ദെൻ അസറ്റ് മസ്റ്റ് ബി ലോങ് ടേം ഓർ ഷോർട്ട് ടേം അസറ്റ്. ട്രാൻസ്ഫർ ചെയ്യുന്ന അഗ്രികൾച്ചറൽ ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താവാം? ഷോർട്ട് ടേം ആവാം, ലോങ് ടേം ആവാം. അസറ്റ് മസ്റ്റ് ബി അഗ്രികൾച്ചറൽ ലാൻഡ്. നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന അസറ്റ് അവിടെ ലോങ് ടേം അസറ്റ് ആയിരുന്നു, ഇവിടെ എന്തായിരിക്കണം? ലോങ് ടേമോ ഷോർട്ട് ടേമോ ആവാം. റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടിയാണ് കൊടുത്തത്, അതിന് പകരം ഇവിടെ എന്തായിരിക്കണം? അഗ്രികൾച്ചറൽ ലാൻഡ് ആയിരിക്കണം. അഗ്രികൾച്ചറൽ ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ലാൻഡ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചറൽ പർപ്പസ് ഫോർ അറ്റ്ലീസ്റ്റ് 2 years ബിഫോർ ട്രാൻസ്ഫർ. ട്രാൻസ്ഫർ ചെയ്യുന്നതിന് 2 വർഷം മുൻപ് വരെയെങ്കിലും അത് അഗ്രികൾച്ചറൽ പർപ്പസിന് ഉപയോഗിച്ച ലാൻഡ് ആയിരിക്കണം. അസസി ഇനി ക്ലെയിം കിട്ടണമെന്നുണ്ടെങ്കിൽ അസസി ഹാസ് ടു പർച്ചേസ് അനദർ ലാൻഡ് ഫോർ അഗ്രികൾച്ചറൽ പർപ്പസ് വിത്തിൻ 2 years ഫ്രം ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ. നമ്മൾ അവിടെ എന്താ പറഞ്ഞേ? വീട് വിൽക്കുന്നതിന് 1 വർഷം മുൻപോ വീട് വിറ്റിട്ട് 2 വർഷത്തിനുള്ളിലോ പുതിയ വീട് വാങ്ങണം എന്നാണ് പറഞ്ഞല്ലേ. ഇവിടെ അസസി ഹാസ് ടു പർച്ചേസ് അനദർ അഗ്രികൾച്ചറൽ ലാൻഡ്. അഗ്രികൾച്ചറൽ പർപ്പസിന് 2 വർഷത്തിനുള്ളിൽ പുതിയൊരു പുതിയൊരു ലാൻഡ് അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടി വാങ്ങിയിട്ടുണ്ടാവണം. ന്യൂ ലാൻഡ് ഷുഡ് നോട്ട് ബി സോൾഡ് വിത്തിൻ എ പീരീഡ് ഓഫ് 3 years ഫ്രം ദ ഡേറ്റ് ഓഫ് പർച്ചേസ്. ആ പർച്ചേസ് നടത്തി 3 കൊല്ലത്തിനുള്ളിൽ ഇപ്പോൾ വാങ്ങിയ ലാൻഡ് നമ്മൾ എന്ത് ചെയ്യാനും പാടില്ല? വിൽക്കാനും പാടില്ല. ഇനി ഇഫ് ദ അസസി ഈസ് നോട്ട് ഏബിൾ ടു പർച്ചേസ് ദ അഗ്രികൾച്ചറൽ ലാൻഡ് ബിഫോർ ദ ഡേറ്റ് ഓഫ് ഫയലിംഗ് ഓഫ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡേറ്റ് ആയിട്ടും നമുക്ക് അഗ്രികൾച്ചറൽ ലാൻഡ് വാങ്ങാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ക്യാപിറ്റൽ ഗെയിൻ എവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം? ഫസ്റ്റ് പോയിന്റിൽ മിസ് പറഞ്ഞതാണ്, ക്യാപിറ്റൽ ഗെയിൻ ഡെപ്പോസിറ്റ് അക്കൗണ്ട് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഇനി എമൗണ്ട് ഓഫ് എക്സംഷൻ അവിടെ കണ്ട സെയിം ആണ്. എന്താ? ക്യാപിറ്റൽ ഗെയിൻ ഓൺ ഒറിജിനൽ ട്രാൻസ്ഫർ ഓർ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ പർച്ചേസ് ഓഫ് അസറ്റ്. ഇവിടുത്തെ അസറ്റ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ലാൻഡ് വിച്ച് എവർ ഈസ് ലെസ്. ആദ്യം ട്രാൻസ്ഫർ നടത്തിയപ്പോൾ കിട്ടിയ ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ പുതിയ അസറ്റ് വാങ്ങാൻ വേണ്ടി വന്ന ഇൻവെസ്റ്റ്മെൻറ്റ്, അതിലേതാണോ ചെറുത് അതാണ് എമൗണ്ട് ഓഫ് എക്സംഷൻ. ദ നെക്സ്റ്റ് ഈസ് ദ മൂന്നാമത്തെ. ഇപ്പോൾ ഇതേ പാറ്റേണിൽ ആ പോയിന്റ്സ് മാത്രമേ പഠിക്കണ്ടൂ, നന്നായിട്ട് പഠിച്ചേക്കാം കേട്ടോ. ക്യാപിറ്റൽ ഗെയിൻ അറൈസിങ് ഫ്രം ദ കമ്പൾസറി അക്വിസിഷൻ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഓഫ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ്. ഒരു ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്ങിൻ്റെ ഭാഗമായിരുന്ന ലാൻഡ് ആൻഡ് ബിൽഡിങ് കമ്പൾസറി അക്വയർ ചെയ്യുകയാണെങ്കിൽ, ഏതെങ്കിലും ലോ പ്രകാരം കമ്പൾസറി അക്വയർ ചെയ്യുകയാണെങ്കിൽ അതിന് കിട്ടുന്ന എക്സംഷനാണ് സെക്ഷൻ 54D. ഓൾ ടാക്സ് പേയേഴ്സ്, ഇൻഡിവിജ്വലിന് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിക്കും മാത്രമല്ല കമ്പനിക്കും ഫേമിനും എല്ലാ ടൈപ്പ് ഓഫ് അസസിക്കും കിട്ടും. അസറ്റ് എന്തായിരിക്കണം? ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഫോംസ് എ പാർട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ്. ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്ങിന് ഉപയോഗിച്ചിരുന്ന ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആയിരിക്കണം. അസറ്റ് നമ്മൾ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? ബൈ വേ ഓഫ് കമ്പൾസറി അക്വിസിഷൻ അണ്ടർ എനി ലോ. നമ്മൾ സാധാരണ ട്രാൻസ്ഫർ ചെയ്തതല്ല, ഏതെങ്കിലും ലോ പ്രകാരം കമ്പൾസറി അക്വയർ ചെയ്തതായിരിക്കണം. ഇനി അസറ്റ് മസ്റ്റ് ബി യൂസ്ഡ് ഫോർ ഇൻഡസ്ട്രിയൽ പർപ്പസ് ഫോർ അറ്റ്ലീസ്റ്റ് 2 years അറ്റ് ദ ടൈം ഓഫ് അക്വിസിഷൻ. അങ്ങനെ കമ്പൾസറി അക്വിസിഷൻ നടത്തുന്ന സമയത്ത് അതിന് മുൻപ് 2 കൊല്ലമെങ്കിലും ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്ങിന് ഉപയോഗിച്ച ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആയിരിക്കണം. ഇനി എക്സംഷൻ ക്ലെയിം ചെയ്യണമെങ്കിൽ എന്താ നോക്കൂ. അസസി ഷുഡ് പർച്ചേസ് അനദർ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വിത്തിൻ 3 years ഫ്രം ദ ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് കോമ്പൻസേഷൻ ഓർ കൺസ്ട്രക്ട് എ ബിൽഡിംഗ് വിത്തിൻ സച്ച് പീരീഡ്. നമ്മളത് അക്വിസിഷൻ നടത്തി അതിൻ്റെ കോമ്പൻസേഷൻ കിട്ടി 3 കൊല്ലത്തിനുള്ളിൽ പുതിയൊരു ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വാങ്ങിയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അടുത്തത് അതിൻ്റെ തന്നെ ബാക്കിയാണ്. ഇഫ് ദ അസസി നോട്ട് ഏബിൾ ടു പർച്ചേസ്, അതെല്ലാത്തിലും കണ്ടിന്യൂഷനാണ്. ആ ഡ്യൂ ഡേറ്റിന് മുമ്പ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ഡെപ്പോസിറ്റ് അക്കൗണ്ട് സ്കീമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. എമൗണ്ട് ഓഫ് എക്സംഷൻ സെയിം ആണ്. ക്യാപിറ്റൽ ഗെയിൻ ഓൺ അക്വിസിഷൻ ഓർ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ന്യൂ അസറ്റ് വിച്ച് എവർ ഈസ് ലെസ്. ഇനി 4ാമത്തെ പോയിന്റ്, ക്യാപിറ്റൽ ഗെയിൻ അറൈസിങ് ഫ്രം ദ ട്രാൻസ്ഫർ ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ഇൻവെസ്റ്റഡ് ഇൻ ലോങ് ടേം സ്പെസിഫൈഡ് അസറ്റ്. ഏതെങ്കിലും ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് വിൽക്കണോ, അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം?
അതേ അസറ്റ് വാങ്ങല്ല വേണ്ടേ, സ്പെസിഫൈഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ എല്ലാ ടാക്സ് പേയർക്കും കിട്ടും. ട്രാൻസ്ഫർ ചെയ്യണത് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കണം. എനി അസറ്റ്, ഏത് ലോങ് ടേം ആവാം, റെസിഡൻഷ്യൽ ഹൗസ് ആവാം, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആവാം, ഫർണിച്ചർ ആവാം, എന്തും ആവാം. അസസി ഷുഡ് ഇൻവെസ്റ്റ് ഇൻ ലോങ് ടേം സ്പെസിഫൈഡ് അസറ്റ്. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതാണ് പ്രോബ്ലം ചോദിക്കുന്ന പാർട്ട് 54 ഈസി. നമ്മൾ അത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, പുതിയൊരു സ്പെസിഫൈഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഇൻവെസ്റ്റ്മെൻറ്റ് ഷുഡ് ബി മെയ്ഡ് വിത്തിൻ 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ദ ഒറിജിനൽ അസറ്റ്. ഒറിജിനൽ അസറ്റ് വിറ്റ് ലാഭം കിട്ടിയിട്ട് 6 മാസത്തിനുള്ളിൽ സ്പെസിഫൈഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, 54 ഈസി പ്രകാരമുള്ള എക്സംഷൻ കിട്ടുള്ളൂ. അത് പ്രകാരം വെച്ചാൽ മാക്സിമം ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളിത് ഉപയോഗിച്ചിട്ട് നടത്തുന്ന സ്പെസിഫൈഡ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നടത്തുന്ന മാക്സിമം ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയേ പാടുള്ളൂ, 50 lakhs rupees ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, മാക്സിമം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 50 lakhs rupees പാടുള്ളൂ. ഇനി എന്താണ് ലോങ് ടേം സ്പെസിഫൈഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ, എനി ബോണ്ട്സ് റെഡീമബിൾ ആഫ്റ്റർ 5 years. 5 years കൊണ്ട് റെഡീം ചെയ്യാവുന്ന ബോണ്ട്. അത് ആര് ഇഷ്യൂ ചെയ്യുന്നതായിരിക്കണം, ഒന്നുകിൽ NHAI എന്ന് വെച്ചാൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ്, അതും അല്ലെങ്കിൽ എനി അതർ ബോണ്ട് നോട്ടിഫൈഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്തിട്ടുള്ള 5 years റെഡീമബിൾ ബോണ്ടിൽ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് എന്തെന്ന് പറയണേ, സ്പെസിഫൈഡ് അസറ്റ് എന്ന് പറയണേ. അങ്ങനെ അസറ്റ് ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് 54 ഈസി പ്രകാരം എക്സംഷൻ കിട്ടും. ഇനി ഇങ്ങനെ നമ്മൾ വാങ്ങിയിരിക്കുന്ന ബോണ്ട് 5 വർഷത്തിനുള്ളിൽ വിൽക്കാൻ പാടില്ല. അങ്ങനെ വിറ്റാൽ ഇപ്പോൾ കിട്ടിയ എക്സംഷൻ അപ്പോൾ ടാക്സബിൾ ആവും. ഓക്കെ, നമുക്കിപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ എക്സംഷൻ 54 ഈസിയിൽ കിട്ടും. 5 കൊല്ലത്തിന് ഉള്ളിൽ വിറ്റാൽ ഏത് കൊല്ലമാണോ വിൽക്കണേ അപ്പം നമുക്കിപ്പോൾ കിട്ടിയ എക്സംഷൻ അവിടെ ടാക്സബിൾ ആക്കും. ഇനി 5ാമത്തെ, ക്യാപിറ്റൽ ഗെയിൻ ഇൻവെസ്റ്റഡ് ഇൻ യൂണിറ്റ്സ് ഓഫ് നോട്ടിഫൈഡ് യൂണിറ്റ്സ് 54 EE. ഇവിടെ ഏത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും ആവാം, ഏത് ലോങ് ടേം അസറ്റ് വിറ്റിട്ട് കിട്ടിയ ഗെയിനും ആവാം. അത് ലോങ് ടേം യൂണിറ്റ്സിൽ സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ലോങ് ടേം യൂണിറ്റിലായിരിക്കണം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടത്. അത് 6 മാസത്തിനുള്ളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. മാക്സിമം 50 ലക്ഷമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് പാടുള്ളൂ. പുതിയതായിട്ട് വാങ്ങിയിരിക്കുന്ന യൂണിറ്റ് 3 കൊല്ലത്തിനുള്ളിൽ വിൽക്കാനും പാടില്ല. ഓക്കെ, വി ഷുഡ് നോട്ട് ബി സോൾഡ് വിത്തിൻ 3 years. ഇനി 6th one, ക്യാപിറ്റൽ ഗെയിൻ ഇൻവെസ്റ്റഡ് ഇൻ 1 residential ഹൗസ്. ഏതെങ്കിലും വിറ്റ അസറ്റ് ഏതും ആയിക്കോട്ടെ. നമ്മുടെ ആദ്യത്തെ 54 എന്തായിരുന്നു, ലോങ് ടേം റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി വിൽക്കണു, എന്നിട്ട് നമ്മൾ വാങ്ങണതും ഏത് തന്നെയാണ്, ലോങ് ടേം റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി തന്നെയാണ്. ഇവിടെ നമ്മൾ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാകുന്നത് ഏതെങ്കിലും അസറ്റ് വിറ്റിട്ടാണ്, അത് നമുക്ക് നോക്കണ്ട. പക്ഷേ അതിൽ നിന്ന് കിട്ടിയ ക്യാപിറ്റൽ ഗെയിൻ ഉപയോഗിച്ച് നമ്മൾ വാങ്ങണത് എന്തായിരിക്കണം, റെസിഡൻഷ്യൽ ഹൗസ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ വിൽക്കണത് 1ാമത്തെ കണ്ടീഷൻ. ട്രാൻസ്ഫർ ചെയ്യുന്ന അസറ്റ് എന്ന് പറയണത് എനി ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് അതർ ദാൻ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി. അതർ ദാൻ എന്ന് പറയണത് റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടിയാണ് വിൽക്കണമെന്നുണ്ടെങ്കിൽ അത് സെക്ഷൻ 54 ആണ്. ഇവിടെ നമ്മൾ പഠിക്കുന്ന 54F ആണ്. അപ്പോൾ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ഒഴികെയുള്ള മറ്റേതെങ്കിലും ലോങ് ടേം അസറ്റ്. അസസി ഷുഡ് നോട്ട് ഓൺ മോർ ദാൻ 1 residential ഹൗസ് പ്രോപ്പർട്ടി ഓൺ ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ. ട്രാൻസ്ഫർ നടക്കുന്ന സമയത്ത് അസസിക്ക് 1ൽ കൂടുതൽ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി സ്വന്തമായിട്ട് ഉണ്ടാവാൻ പാടില്ല. ഇനി അങ്ങനെ വാങ്ങുന്ന പുതിയ വീട് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി എ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള ഒരു റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ആയിരിക്കണം പുതിയതായിട്ട് നമ്മൾ വാങ്ങണത്. Assessee must purchase a house property either 1 year before or 2 years after the date of transfer or construct a house property within 3 years. നമ്മളിപ്പോൾ അവിടെ പറഞ്ഞ ഫസ്റ്റ് പോയിന്റിൽ പഠിച്ച അത് തന്നെ. 3 കൊല്ലത്തിനുള്ളിൽ പണിയുക, അല്ലെങ്കിൽ 2 കൊല്ലത്തിനുള്ളിലോ 1 കൊല്ലത്തിന് മുൻപോ നമ്മൾ പുതിയതൊരെണ്ണം വാങ്ങിക്കുക. ഇനി അതിൻ്റെ തന്നെ ബാക്കിയാണ് എമൗണ്ട് ഓഫ് എക്സംഷൻ സെയിം. ക്യാപിറ്റൽ ഗെയിൻ ഓൺ ഒറിജിനൽ ട്രാൻസ്ഫർ ഓർ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ കൺസ്ട്രക്ഷൻ ഓഫ് അസറ്റ് വിച്ച് എവർ ഈസ് ലെസ്. അങ്ങനെ വാങ്ങിയ ന്യൂ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി 3 കൊല്ലത്തിനുള്ളിൽ വിൽക്കാൻ പാടില്ല. അങ്ങനെ വിറ്റാൽ നേരത്തെ കിട്ടിയ എക്സംഷൻ ടാക്സബിൾ ആവും. ഓക്കെ, ഇനി 7th പോയിന്റ്,
capital gain on shifting of an industrial undertaking from urban area to non-urban area. അർബൻ ഏരിയയിൽ നിലനിന്നിരുന്ന ഒരു ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്ങിനെ നോൺ അർബൻ ഏരിയയിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം. അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ വരുന്ന ക്യാപിറ്റൽ ഗെയിനാണ് 54G പ്രകാരം നമുക്ക് എക്സംഷൻ കിട്ടണേ. അപ്പോൾ എല്ലാത്തരം അസസിക്കും ഡിഡക്ഷൻ കിട്ടും. ട്രാൻസ്ഫർ ഓഫ് എനി ഫിക്സഡ് അസെറ്റ് അതർ ദാൻ ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ്. നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന അസറ്റ് ഏതായിരിക്കണം? ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ് ഒഴികെയുള്ള മറ്റേത് അസറ്റും ആവാം. ട്രാൻസ്ഫർ നടക്കുന്നത് എന്തുകൊണ്ടായിരിക്കണം? ട്രാൻസ്ഫർ ഈസ് ഡ്യൂ ടു ഷിഫ്റ്റിംഗ് ഓഫ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ഫ്രം അർബൻ ഏരിയ ടു നോൺ അർബൻ ഏരിയ. ഒരു അർബൻ ഏരിയയിൽ നിന്ന് നോൺ അർബൻ ഏരിയയിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു ട്രാൻസ്ഫർ വന്നേക്കണേ. ഇനി assessee must utilize a capital gain either 1 year before or 3 years after the date of transfer. വിറ്റതിന് 3 കൊല്ലത്തിനുള്ളിലോ വിൽക്കുന്നതിന് മുൻപ് 1 കൊല്ലത്തിനുള്ളിലോ നമ്മൾ പുതിയൊരു അസറ്റ് ആ നോൺ അർബൻ ഏരിയയിൽ കൺസ്ട്രക്ട് ചെയ്യാനുള്ള നമ്മൾ എന്താ ചെയ്തിരിക്കണേ? എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. എന്തിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നോക്കുക. ഒന്നുകിൽ ഫോർ പർച്ചേസിങ് ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഇൻ ദാറ്റ് ന്യൂ ഏരിയ. ആ ന്യൂ ഏരിയയിൽ പ്ലാന്റ് ആൻഡ് ബിൽഡിങ്ങും ലാൻഡ് ആൻഡ് ബിൽഡിങ്ങും ഒക്കെ വയ്ക്കാനായിരിക്കാം. അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് ഓഫ് ദ ഓൾഡ് അണ്ടർടേക്കിംഗ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദ ന്യൂ ഏരിയ. പഴയതിനെ ഷിഫ്റ്റ് ചെയ്യാനും പുതിയതിനെ കെട്ടിപ്പടുക്കാനും വേണ്ടി എടുക്കുന്ന എക്സ്പെൻസ് ആവാം. അതും അല്ലെങ്കിൽ ഇൻകറിങ് ഓഫ് എനി എക്സ്പെൻഡിച്ചർ ഓൺ സച്ച് പർപ്പസ് ആസ് സ്പെസിഫൈഡ് ഇൻ ദ സ്കീം. ഈ ഒരു സ്കീം പ്രകാരം ഇൻകം ടാക്സുകാർ പറയുന്ന ഇതിന് വേണ്ടിയുള്ള പർപ്പസിന് വന്നേക്കണ എല്ലാ എക്സ്പെൻസും നമുക്ക് എന്ത് ചെയ്യാം? എക്സംഷന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യാം. അടുത്തത് എമൗണ്ട് ഓഫ് എക്സംഷൻ. അത് നേരത്തെ പറഞ്ഞ തന്നെ ക്യാപിറ്റൽ ഗെയിൻ ഓൺ ഒറിജിനൽ ട്രാൻസ്ഫർ ഓർ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ പർച്ചേസ് ഓർ കൺസ്ട്രക്ഷൻ ഓഫ് അസറ്റ് ഇൻ ദ ന്യൂ ഏരിയ നോൺ അർബൻ ഏരിയ വിച്ച് എവർ ഈസ് ലെസ്. ഇവിടെയും നമ്മൾ പറയേണ്ട ഡ്യൂ ഡേറ്റിന് മുൻപ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് ഡെപ്പോസിറ്റ് സ്കീമിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. ഇനി 8ാമത്തെ ഇതുമായിട്ട് ഒരേ ബന്ധമുള്ളതാണ്. ഷിഫ്റ്റിംഗ് ഓഫ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ഫ്രം അർബൻ ഏരിയ ടു നോൺ അർബൻ ഏരിയ ആയിരുന്നു 54G എന്ന് പറഞ്ഞാൽ സെസ് എന്ന് കേട്ടിട്ടുണ്ടോ? സ്പെഷ്യൽ ഇക്കണോമിക് സോൺ. ആ സ്പെഷ്യൽ ഇക്കണോമിക് സോണിൽ ഇൻഡസ്ട്രി തുടങ്ങാൻ വേണ്ടിയിട്ടായിരിക്കണം ഷിഫ്റ്റ് ചെയ്യണത്. ബാക്കി എല്ലാം സെയിം ആണ്. നമ്മൾ വിൽക്കുന്നത് ലോങ് ടേം ഓർ ഷോർട്ട് ടേം ആയിരിക്കാം. അസറ്റ് യൂസ് ചെയ്യണത് അർബൻ ഏരിയയിൽ ഇൻഡസ്ട്രിയൽ പർപ്പസിന് യൂസ് ചെയ്ത അസറ്റ് ആവാം. അത് ട്രാൻസ്ഫർ സംഭവിക്കുന്നത് അർബൻ ഏരിയയിൽ നിന്ന് സ്പെഷ്യൽ ഇക്കണോമിക് സോണിലേക്ക് ഇൻഡസ്ട്രി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം. ഇനി എമൗണ്ട് 3 കൊല്ലത്തിനുള്ളിൽ നമ്മളത് ഒന്നുകിൽ 1 വർഷത്തിന് മുൻപ് അല്ലെങ്കിൽ 3 വർഷത്തിനുള്ളിൽ സ്പെഷ്യൽ ഇക്കണോമിക് സോണിൽ കൺസ്ട്രക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അസറ്റ് വാങ്ങിക്കാനോ വേണ്ടിയിട്ട് എമൗണ്ട് ചിലവാക്കിയിരിക്കണം. നമുക്ക് അൺയൂട്ടിലൈസ്ഡ് എമൗണ്ട് ഉണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. ഇത്രയാണ് 8th പോയിന്റിൽ പറയണത്. ദെൻ 9th പോയിന്റ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി സെക്ഷൻ 54GB. അതും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി വിറ്റിട്ട് കിട്ടുന്ന വരുമാനം ഇൻഡിവിജ്വലിന് ഹിന്ദു ആൻഡ് ഫാമിലിക്ക് മാത്രമേ കിട്ടുള്ളൂ. ലോങ് ടേം റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ഫസ്റ്റ് പോയിന്റ് പോലെ നമ്മൾ വിൽക്കുന്ന സാധനം എന്തായിരിക്കണം? ലോങ് ടേം റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ആയിരിക്കണം. പക്ഷെ അതിൽ നിന്ന് കിട്ടിയ വരുമാനം പുതിയ വീട് വാങ്ങിക്കാനാണെങ്കിൽ നമുക്ക് 54 പ്രകാരം കിട്ടുക. പക്ഷെ ഇവിടെ എന്താ വാങ്ങിക്കണേന്ന് നോക്കൂ. ഇക്വിറ്റി ഷെയർസ് ഓഫ് എ ന്യൂ SME കമ്പനി. എന്താ SME എന്ന് പറഞ്ഞാൽ? സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ് അല്ലേ? അങ്ങനെയുള്ളൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. ഇനി ആ കമ്പനിയോ SME കമ്പനി എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ് ദിസ് എമൗണ്ട് ഇൻ പർച്ചേസ് ഓഫ് എ ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി വിത്തിൻ 1 year. ആ ട്രാൻസ്ഫർ നടന്ന് 1 വർഷത്തിനുള്ളിൽ ആ കമ്പനി പുതിയ പ്ലാന്റ് ആൻഡ് മെഷീനറി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എമൗണ്ട് സ്പെൻഡ് ചെയ്തിരിക്കണം. കമ്പനി ഷുഡ് ക്വാളിഫൈ ആസ് എ സ്മോൾ ഓർ മീഡിയം എൻ്റർപ്രൈസ് അണ്ടർ ദ MSME ആക്ട് 2006. 2006 മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ് ആക്ട് 2006 പ്രകാരം ഈ കമ്പനീനെ സ്മോൾ ഓർ മീഡിയം എൻ്റർപ്രൈസ് ആയിട്ട് ഡിക്ലെയർ ചെയ്തതായിരിക്കണം. ഇനി കമ്പനി ഷുഡ് ബി എൻഗേജ്ഡ് ഇൻ ദ ബിസിനസ് ഓഫ് മാനുഫാക്ചർ ഓഫ് എനി ആർട്ടിക്കിൾ. എന്തെങ്കിലും ആർട്ടിക്കിളോ തിങ്ങോ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി ആയിരിക്കണം. അടുത്തത് അസസി ഷുഡ് ഹോൾഡ് മോർ ദാൻ 50% ഓഫ് ദ
ഇക്വിറ്റി ഷെയർസ് ഓർ വോട്ടിംഗ് റൈറ്റ് ഷെയർസ് ഓഫ് ദ കമ്പനി. ആ SME കമ്പനിയുടെ 50% വോട്ടിംഗ് റൈറ്റ് ഷെയർസെങ്കിലും കൈവശം വെക്കണം ആര്? നമ്മുടെ അസസി. നോട്ട് ട്രാൻസ്ഫർ ദ ഷെയർസ് ഫോർ എ പീരീഡ് ഓഫ് 5 years. അങ്ങനെ കിട്ടിയ ഷെയർസ് 5 കൊല്ലത്തിനുള്ളിൽ എന്ത് ചെയ്യാൻ പാടില്ല? വിൽക്കാൻ പാടില്ല. ഇനി ഡെപ്പോസിറ്റ് ഓഫ് ക്യാപിറ്റൽ ഗെയിൻ ഇൻ ക്യാപിറ്റൽ ഗെയിൻ ഡെപ്പോസിറ്റ് അക്കൗണ്ട് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ നമ്മൾ അങ്ങനെ വാങ്ങിയേക്കണം ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി 5 വർഷത്തിനുള്ളിൽ വിൽക്കാനും പാടില്ല. ഇതാണ് 9ാമത്തെ പോയിന്റ്. ലാസ്റ്റ് പോയിന്റ്, എക്സ്റ്റൻഷൻ ഓഫ് ടൈം ഫോർ അക്വയറിങ് ന്യൂ അസറ്റ് സെക്ഷൻ 54H. 54Hൽ നമ്മൾ എക്സംഷൻ അല്ല പറയണേ, എക്സംഷൻ്റെ ഒരു റെസ്ട്രിക്ഷനാണ് പറയണേ. അതായത് ഫോർ എക്സാമ്പിൾ, വേർ ദ ട്രാൻസ്ഫർ ഓഫ് ഒറിജിനൽ അസറ്റ് അണ്ടർ സെക്ഷൻ 54, 54B, 54D, 54EC, etc. by way of compulsory acquisition under any law, the amount of compensation is not received at the time of transfer. The period of acquiring new asset will be extended to the date of receipt of compensation. കമ്പൽസറി അക്വിസിഷൻ പ്രകാരമാണ് ഒരു അസറ്റ് ട്രാൻസ്ഫർ ആവണമെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ട്രാൻസ്ഫർ ആകുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ കോമ്പൻസേഷൻ എമൗണ്ട് കിട്ടിയിട്ടില്ല എന്നും കരുതും. അങ്ങനെയെങ്കിൽ നമ്മളിപ്പോൾ 3 കൊല്ലത്തിനുള്ളിൽ പുതിയത് വാങ്ങണം എന്നൊക്കെ പറയാറില്ലേ, ആ 3 കൊല്ലം എന്നുള്ളത് കൗണ്ട് ചെയ്യണത് എന്ന് മുതലായിരിക്കും? ട്രാൻസ്ഫർ നടന്ന ഡേറ്റ് മുതലല്ല, എന്നാണോ അതിൻ്റെ കോമ്പൻസേഷൻ റിസീവ് ചെയ്യുന്നത് ആ ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് കോമ്പൻസേഷൻ, ആ ഡേറ്റ് മുതലാണ് നമ്മൾ എന്ത് കാണുള്ളൂ? ഡേറ്റ് ഓഫ് പുതിയതായിട്ട് ജോയിൻ ചെയ്യാനുള്ള ഡേറ്റ്, അല്ലെങ്കിൽ നമ്മുടെ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുള്ള ഡേറ്റൊക്കെ നമ്മൾ ആ റിസീപ്റ്റ് ഓഫ് കോമ്പൻസേഷൻ നോക്കിയിട്ടേ എടുക്കുള്ളൂ, ട്രാൻസ്ഫർ ചെയ്ത ഡേറ്റ് നോക്കണ്ട. അപ്പം ഇത്രയാണ് എക്സംപ്റ്റഡ് ക്യാപിറ്റൽ ഗെയിൻ. വെരി ഇമ്പോർട്ടൻറ്റ് തിയറി യൂണിവേഴ്സിറ്റി essay ക്വസ്റ്റ്യൻ. ഇതാണ് നിങ്ങളുടെ അസൈൻമെൻറ്റ്. ഓക്കെ, മിസ്സിൻ്റെ ഓഡിയോ കേൾക്കുക, എന്നിട്ട് അസൈൻമെൻ്റ് ആയിട്ട് ഈ essay എഴുതി സബ്മിറ്റ് ചെയ്യുക കേട്ടോ. ഫസ്റ്റ് പോയിൻ്റ് മിസ്സിൻ്റെ വീഡിയോ ക്ലാസ്സിലുണ്ട്, ബാക്കി 9 പോയിൻ്റ് മിസ്സിൻ്റെ PPTയിലുണ്ട്. അപ്പം നന്നായിട്ട് അത് കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. വെരി ഇമ്പോർട്ടൻ്റ് യൂണിവേഴ്സിറ്റി തിയറി essay ആണ് 15 മാർക്കിൻ്റെ. Then thank you very much.